മാതാപിതാക്കളെ കൽപ്പന കേട്ട് നീ നടക്കേണ്ടതാ. അന്യായമായാൽ മാറി നീ നിൽക്കേണ്ടതാ. അല്ലാഹുവിനെതിരായി വഴിപ്പെടലില്ല. കൽപ്പിച്ചതാരാണെങ്കിലും ശരിയല്ല എന്നുള്ളതും നബി നമ്മളെ പഠിപ്പിച്ചതാ. ശൈഖാനി റിപ്പോർട്ടുള്ളതായി കാണുന്നതാ. ശുബഹത്തിലാണ് അവർക്കുള്ള കൽപ്പന വന്നത്. എന്നാൽ വുജൂബാണ് അതും കേൾക്കേണ്ടത്. ഇത് ഭൂരിപക്ഷം പണ്ഡിതർമാരൊത്തതാ എന്നും ഇമാം ഗസ്സാലി താൻ പറയുന്നതാ. അവരോട് നീ സംഭാഷണം ചെയ്യേണ്ടത് മയമായ രീതിയിൽ തന്നെയാണത് വേണ്ടത്. ഇസ്രാ സൂറത്തോതി നോക്കതിലുണ്ടിത്. ഖൗലൻ കരീമ എന്നതാ പറയുന്നത്. അവർക്കുള്ള മുമ്പിൽ കയറി നീ നടക്കല്ലേ. അതുപോലെ പേരിട്ടവരെ നീ വിളിക്കല്ലേ. മറക്കാതെ നീ അവർക്കെപ്പോഴും പ്രാർത്ഥിക്കണം. നിസ്കാരശേഷം തീർച്ചയായി അത് ചെയ്യണം. പ്രാർത്ഥന അവർക്കില്ലാതെ വന്നാൽ പിന്നെ നിനക്കുള്ള ജീവിതമിൽ ഞെരുക്കം തന്നെ. നിനക്കായി അവർ ക്ലേശങ്ങൾ എന്ത് സഹിച്ചതാ, അതുപോലെ തന്നെ അവരെന്ത് ദുഃഖം തിന്നതാ. നിനക്കുള്ള രോദനമാൽ അവർ വിങ്ങുന്നതാ. കരയാത്ത കണ്ടും കര കവിഞ്ഞൊഴുകുന്നതാ. നീ രോഗിയായാൽ നൊമ്പരം അവർക്കുള്ളതാ. കൈത്തണ്ടിലിട്ടവരെന്തു താരാട്ടുന്നതാ. നിനക്കുള്ള പുഞ്ചിരി കണ്ടവർ രസിക്കുന്നതാ. ഒരിക്കുന്ന ചുണ്ടിൽ തന്നവർ മുത്തുന്നതാ. അവർക്കുള്ള നെഞ്ചും മെത്ത പോൽ വിരിച്ചിട്ടതാ. നീ എത്ര കാലം അതിൽ കിടന്ന് സുഖിച്ചതാ. കാണേണ്ട സമയം തെറ്റിയാൽ ക്ഷമയറ്റതാ. ഹബ്സിൽ അവർ ഇട്ട പോൽ തോന്നുന്നതാ. അവരെത്ര രാത്രി നിനക്കുറക്കമൊഴിഞ്ഞതാ. വിശപ്പെത്രയോ സഹിച്ചിട്ട് നിന്നെ നിറച്ചതാ. തൻ കുഞ്ഞ് പൊൻകുഞ്ഞെന്ന തത്വം സത്യമാ. അത് കാക്കയിലെ നീ നോക്കിയാലും വ്യക്തമാ. ഗുണം ചെയ്യുവാൻ തരപ്പെട്ടതാദ്യം ഉമ്മയാ. ഉമ്മയ്ക്ക് ശേഷം നിന്റെ സ്വന്തം ബാപ്പയാ. മാതാപിതാക്കൾ രണ്ടുപേരും നിന്നെ വിളിച്ചെന്ന് വന്നാൽ എന്തു വേണം പൊന്നെ. മാതാവിനാദ്യം ഉത്തരം നൽകേണ്ടതാ എന്നും ഹദീസിൽ വ്യക്തമായി കാണുന്നതാ. അതിനുള്ള കാരണം എന്ത് നബിയേ എന്ന് ചോദിച്ച നേരം മുസ്തഫ പറയുന്നേ, അവൾക്കേറ്റവും കൃപ ബാപ്പയേക്കാളുണ്ട്. എല്ലാവരെക്കാളും നിന്റെ മേൽ അലിവുണ്ട്. പറയുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു ചോദിച്ചൊരാൾ നബിയോട് സ്വല്ലല്ലാഹു, നബിയെ അഹഖുന്നാസി ആരാണെൻ്റെ മേൽ? അത് നിന്റെ മാതാവാണ് എന്നും നിന്റെ മേൽ. വീണ്ടും അയാൾ ചോദിച്ചു ആരാ പിന്നെ? അപ്പോൾ ജവാബും മേൽ പറഞ്ഞതു തന്നെ. മൂന്നാമതായി ചോദിച്ചു പിന്നീടാരാ? മറുപടി അതിനും ഉമ്മയെന്ന സോദര. ആരാണ് പിന്നീടത്? പിതാവാണെന്ന്. നാലാമതായി നബി മുസ്തഫ പറയുന്നു. സുഹൃത്തുക്കളെ, ചിന്തിച്ച് നോക്ക് ഹദീസിൽ മാതാവിനുണ്ട് പിതാവിനേക്കാൾ ഗ്രേഡ്. അതിൽ ബാപ്പയ്ക്ക് കരുണ ചെയ്യണം എന്നുള്ളതാ. മാതാവിനതിലും ഉപരിയായി ചെയ്യേണ്ടതാ.